ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി. UDF കാലത്ത് വഴിമുട്ടിയ പദ്ധതികൾ LDFന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. വികസനത്തിൽ പ്രതിപക്ഷം ഒപ്പം നിന്നില്ലെന്നും അർഹതപ്പെട്ടത് തരാതെ കേന്ദ്രം ഞെരുക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സർക്കാരിന്റെ വാർഷികം കരിദിനമായി UDF ആചരിച്ചു. സംസ്ഥാനത്ത് സർക്കാരുണ്ടോ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. വികസനത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും 9 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് 2016 മുതലുള്ള ഭരണനേട്ടങ്ങൾ നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ അപ്രത്യക്ഷമായെന്നും വെല്ലുവിളിച്ചവർ നിശബ്ദരായെന്നും മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ നടപ്പിലാക്കി. നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് കുറച്ച് ചുവടുവെപ്പുകളോടെയാണ് നാം മുന്നേറുന്നത്. നവകേരളം എന്നത് അവ്യക്തമായതോ അതിശയോക്തിപരമായതോ ആയ ഒരു സങ്കല്പമല്ല. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടാണ്. UDF കാലത്ത് വഴിമുട്ടി നിന്ന ഒട്ടേറെ പദ്ധതികൾ LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. വികസനത്തിൽ ഒപ്പം നിന്നില്ലെന്ന് പ്രതിപക്ഷത്തിന് വിമർശനം. അർഹമായ പലതും തടഞ്ഞ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുകയാണെന്നും മുഖ്യമന്ത്രി. സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ സഹായകമായ നിലപാടല്ല പ്രതിപക്ഷം പൊതുവെ സ്വീകരിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടത്. ആ ഘട്ടത്തിലൊന്നും അതിനവർ തയ്യാറായില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. തിരഞ്ഞെടുപ്പല്ല ഇപ്പോൾ പ്രധാനമെന്നായിരുന്നു തുടർഭരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. സർക്കാരിന്റെ വാർഷിക ദിനം UDF കരിദിനമായി ആചരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കരിങ്കൊടിയുമായി പാലക്കാട് പ്രതിഷേധ മാർച്ച് നടത്തി. സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. സർക്കാരുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങൾക്കില്ല. വെള്ളിയാഴ്ച തിരുവനന്തപുരത്താണ് വാർഷികാഘോഷ സമാപനം. ചടങ്ങിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. 24 കോഴിക്കോട്. വിവാദ വിഷയങ്ങളിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. EDക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വനം വകുപ്പിനെതിരെയുള്ള KU ജനീഷ് കുമാറിന്റെ പ്രതിഷേധം മുഖ്യമന്ത്രി തള്ളുകയും ചെയ്തു. ED ഉദ്യോഗസ്ഥനെതിരെയുള്ള കോഴക്കേസിൽ ഇതാദ്യമായാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നേരത്തെ തന്നെ ആരോപണമുയർന്നെങ്കിലും ഇപ്പോഴാണ് പിടിക്കപ്പെട്ടത്. ഇത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമന്ത്രി ഇടപെടേണ്ടതായിട്ടുണ്ട്. അതേസമയം വനം വകുപ്പിനെതിരെ കോന്നി MLA KU ജനീഷ് കുമാർ നടത്തിയ പ്രതിഷേധം തള്ളുകയാണ് മുഖ്യമന്ത്രി. ആർക്കും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. അത് നിയമത്തിന്റേതായ വഴിക്ക് പോകണം. തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് യുവതിക്ക് നേരെയുണ്ടായ പോലീസ് അപമാനത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ. അത് സാധാരണ നിലക്ക് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിനകത്താണ് നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത്. ദേശീയപാതയിൽ ചിലയിടങ്ങളിലുണ്ടായ തകർച്ചയിൽ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തി നടപടികൾ സ്വീകരിക്കും. ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ, അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ടതായിരുന്നു. കേന്ദ്രാനുമതിയില്ലാതെ കേരളയിൽ നടപ്പാക്കാനാകില്ല. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നടപ്പാക്കും. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ റെയിൽവേ എന്ന രംഗത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ അതവിടെ കിടക്കുകയാണ്. ഇത് എല്ലാ കാലത്തും ഇങ്ങനെ നിൽക്കുമെന്നൊന്നും ആരും കാണുന്നതില്ല. അതേസമയം ആശാസമരത്തിൽ ഒത്തുതീർപ്പിനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24 കോഴിക്കോട്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ കൂടുതലിടത്ത് വിള്ളൽ. ഇന്നലെ മലപ്പുറം കൂഴിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിന് പിന്നാലെ ഇന്ന് ഈ പ്രദേശത്ത് സമീപത്ത് നീളത്തിൽ വിള്ളലുകൾ കണ്ടെത്തി. മഴയെ തുടർന്നാണിത് എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. എന്നാൽ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന വിമർശനം നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ഇന്നലെ മലപ്പുറം കൂരിയാട് ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു താഴ്ന്നതിന് പിന്നാലെയാണ് ദേശീയപാതയിൽ കൂടുതലെടുത്ത് വിള്ളൽ കണ്ടെത്തിയത്. കൂരിയാടിന് സമീപത്തുള്ള തലപ്പാറയിലാണ് മീറ്ററുകളോളം നീളത്തിൽ വിള്ളൽ. സംഭവത്തെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. ഭൂമി നെടുകെ പിളർന്നിരിക്കുകയാണ്. ഇവിടെ ഗുജറാത്തിലെ കച്ചിലൊക്കെ ഭൂകമ്പം ഉണ്ടായതുപോലെ നെടുകെ പിളർന്നിരിക്കുകയാണ്. ഇന്നലെ അപകടമുണ്ടായ ആ അവസ്ഥയല്ല, ഇന്നലെ രാത്രി വീണ്ടും തകർന്നു. ഇനി ഇതാ നമ്മളെ ബാക്കിൽ കാണുന്ന ഈ വൈ വൻമതിൽ ഇനിയും തകരാൻ പോവുകയാണ്.
കൂരിയാട് ഇന്നലെ ദേശീയപാത ഇടിഞ്ഞ് അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാത എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി. കനത്ത മഴയിൽ അടിത്തറയിലുണ്ടായ സമ്മർദ്ദം കാരണം വയൽ വികസിച്ച് വിള്ളലുണ്ടായി മണ്ണ് തെന്നിമാറിയതാണ് അപകട കാരണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. The wetland area is there which does not have the adequate bearing capacity to retain the load. So that part, where you can see the bulged out part. So that part due to the pressure, earthen pressure is bulged out, which created the cavity and the earth came down. 3-അംഗ സ്വതന്ത്ര വിദഗ്ധ സമിതിയെയാണ് അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. നാളെ സംഘം സ്ഥലം സന്ദർശിച്ച റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും വിമർശനവുമായി രംഗത്തെത്തി. 4-ാം വാർഷികത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നാഷണൽ ഹൈവേ കൊണ്ടുവന്നതാണ്. 4-ാം വാർഷികത്തിൻ്റെ തൊട്ട് തലേന്ന് നാഷണൽ ഹൈവേ മലപ്പുറം ജില്ലയിലെ കൂരിയാടി ഇടിഞ്ഞു വീണു. ഇപ്പോൾ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല ഇതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ. ഹൈവേ പണിതു എന്നതിൻ്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല. പരാതി പറയുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണ് കരാർ കമ്പനിയെന്ന് PT ബൽറാം 24-നോട് പ്രതികരിച്ചു. കൂരിയാടിന് പിന്നാലെ തലപ്പാറയിലും വിള്ളൽ രൂപപ്പെട്ടത് ആശങ്കയ്ക്കിടയാക്കിയിരിക്കുകയാണ്. 24 മലപ്പുറം. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ പലയിടത്തും വീടുകൾ തകർന്നു. കാസർഗോഡ്, കാഞ്ഞങ്ങാട് മഴയെ തുടർന്ന് ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു. കണ്ണൂർ മട്ടന്നൂരിൽ ഇടിമിന്നലേറ്റ് വീടിന്റെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ ജില്ലകളിൽ ഇന്നലെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. കാസർഗോഡ്, കാഞ്ഞങ്ങാട് മഴയെ തുടർന്ന് ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു. കണ്ണൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന തളിപ്പറമ്പ് കുപ്പത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളുടെ അടുക്കളയിലടക്കം ചെളി നിറഞ്ഞു. ഈ മണ്ണ് ഗ്യാപ്പ് ഉണ്ടാ അവിടെ ഉണ്ടായ മണ്ണുകൾ കംപ്ലീറ്റ് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. ഏകദേശം ഇവിടെ രോഗികൾ താമസിക്കുന്നുണ്ട്, കുറെ പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ ഏകദേശം 100-ൽ മുകളിൽ കുടുംബക്കാർ താമസിക്കുന്ന ഏരിയ. അപ്പോൾ ഏത് സമയത്തും എന്ത് സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇത് പോകുന്നത്. ഈ കാണുന്ന ഈ കെട്ട് കണ്ട ഇതൊന്നും ഒരിക്കലും ഒരു സേഫ് ആയിട്ട് കാണും. നിങ്ങൾക്ക് ഈ മുകളിൽ നിന്ന് ഈ ദൃശ്യം മുകളിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ സേഫ് എത്രമാത്രം ഉണ്ട് ഈ കോൺക്രീറ്റിന്റെ. കണ്ണൂർ കൊയ്യത്ത് വീടിന് മുകളിൽ മരം വീണു. പാറക്കാടിയിലെ മണികണ്ഠന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വാഹനഗതാഗതം തടസ്സപ്പെട്ടു. മട്ടന്നൂരിൽ ഇടിമിന്നലേറ്റ് വീടിന് നാശനഷ്ടം സംഭവിച്ചു. ബാവോട്ടുപാറയിലെ കൃഷ്ണമുരളിയുടെ വീടിന്റെ വയറിംഗാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തകരാറിലായി. വീടിന്റെ ചുമരിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കോട്ടൂളിയിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. കോട്ടൂളി കടംകുന്നത്ത് വത്സലയുടെ വീടിന് മുകളിലേക്കാണ് മതിലിടിഞ്ഞു വീണത്. വീട് ഭാഗികമായി തകർന്നെങ്കിലും ആളപായമുണ്ടായിട്ടില്ല. അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി. പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു. ചുരത്തിലെ 8-ാം വളവിനും 9-ാം വളവിനും ഇടയിലാണ് മണ്ണിടിഞ്ഞത്. പാറയും മരങ്ങളും റോഡിൽ പതിച്ചതോടെ മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിന്റെ ഒരു വശം ഗതാഗതം തടസ്സപ്പെട്ടു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി. ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് കോഴിക്കോട് മത്സ്യത്തൊഴിലാളി മരിച്ചു. ഗാന്ധി റോഡ് സ്വദേശി ഹംസക്കോയെയാണ് മരിച്ചത്. കൊയിലാണ്ടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ കടലിൽ കുടുങ്ങിയ 30 തൊഴിലാളികളെ മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം രക്ഷപ്പെടുത്തി. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയാണ് കുഞ്ഞാലിമരക്കാർ എന്ന വള്ളം അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരമാലയിൽ വള്ളം മറിയുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികൾ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരെ മത്സ്യത്തൊഴിലാളികൾ കരക്കെത്തിച്ചെങ്കിലും ഗാന്ധി റോഡ് സ്വദേശി ഹംസക്കോയെ രക്ഷിക്കാനായില്ല. തോപ്പിൽ സ്വദേശികളായ ഷമീർ, അഷ്റഫ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. കൊയിലാണ്ടി ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ആലിലക്കണ്ണൻ എന്ന ബോട്ടാണ് കടലിൽ കുടുങ്ങിയത്. യന്ത്രത്തകരാറിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമാകുകയായിരുന്നു. ബേപ്പൂർ ഫിഷറി സ്റ്റേഷനിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊയിലാണ്ടി മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബോട്ടിലുണ്ടായിരുന്ന 30 തൊഴിലാളികളെയും കരക്കെത്തിച്ചു. പോലീസ് ബോട്ട് ഉപയോഗിച്ചാണ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം രക്ഷാപ്രവർത്തനം നടത്തിയത്. 24 കോഴിക്കോട്.
ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് യുവതി ബിന്ദുവിനെ ക്രൂരമായി അപമാനിച്ച സംഭവത്തിൽ കൂടുതൽ പോലീസുകാർ കുറ്റക്കാരെന്ന് കണ്ടെത്തൽ. സസ്പെൻഷൻ നേരിട്ട SIക്ക് പുറമെ 2 പോലീസുകാർക്കെതിരെയും നടപടിയുണ്ടാകും. തനിക്കെതിരെ പരാതി നൽകിയ വീട്ടമ്മ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് ബിന്ദു 24നോട് പറഞ്ഞു. ഈ ഓമന ഡാനിയലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവർ ഭയങ്കരമായിട്ട് തന്നെ ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ പറയാത്തവരും പറഞ്ഞപ്പോൾ പിടിച്ചു നിന്നു. പക്ഷേ കഴിഞ്ഞില്ല. ഈ ഓമന ഡാനിയൽ നിർദ്ദേശപ്രകാരം എന്നെ രാത്രി പോലീസ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അവിടെ കാറിലാണ് 4 പേര്. യൂണിഫോമത്തിലല്ലാത്തവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. പോകുന്ന വഴിക്കാണ് ആ ഒരു പോലീസുകാരനെ കാറിൽ വെച്ച് ഭയങ്കരമായിട്ട് എന്നെ ചീത്ത പറയുന്നത്. ഈ 2 പേരെയും സ്റ്റേഷനിൽ നിന്ന് വെളിയിലിറക്കണം മാത്രം പോരല്ല, ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഈ കേരളത്തിനകത്തായാലും കേരളത്തിൻ്റെ വെളിയിലായാലും ജോലിയിൽ കൊടുക്കല് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്നെ അത്രമാത്രം എന്നെ വേദനിപ്പിച്ച് ബാത്റൂമിൽ വെള്ളം കോരി കുടിക്കാൻ പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അനധികൃതമായി ബിന്ദുവിനെ കസ്റ്റഡിയിലെടുക്കുകയും രാത്രി തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ചെയ്ത 2 സിവിൽ പോലീസ് ഓഫീസർക്കാണ് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയത്. മോഷണക്കേസിൽ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ പരിശോധിച്ച ശേഷമാകും നടപടി. വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ മാനനഷ്ട പരാതി നൽകാനാണ് ബിന്ദുവിന്റെ തീരുമാനം. ചെയ്യാത്തൊരു കുറ്റത്തിന് അവരൊരു സ്ത്രീയല്ലേ, എന്തായാലും ഇതിനുവേണ്ടി ഞാൻ നടപടി എടുക്കാൻ ഉദ്യോഗസ്ഥരെ അറിയിക്കും. ഇതുവേണ്ടി ഞാൻ പോരാടുക ചെയ്യും. ബിന്ദുവിനെ അപമാനിച്ചതിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണം. കള്ളപ്പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു. ഈ സംഭവത്തിനിടയായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് മുഴുവൻ കുറ്റക്കാരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രി V. ശിവൻകുട്ടിയും സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും നിയമ പോരാട്ടത്തിൽ ഒപ്പമുണ്ടാകുമെന്നും മന്ത്രി വാഗ്ദാനം ചെയ്തു. 24 തിരുവനന്തപുരം. തീപിടുത്തമുണ്ടായ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിൽ ഫയർ ഓഡിറ്റിംഗ് നടത്തുന്നതിൽ വീഴ്ച സംബന്ധിച്ച് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. തീപിടുത്തത്തിൽ കോർപ്പറേഷന്റെ ആഭ്യന്തര സമിതി അന്വേഷണം തുടങ്ങി. തീപിടുത്തത്തിൽ ഫയർഫോഴ്സ് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. 40 വർഷത്തോളം പഴക്കമുണ്ട് തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്. വരാന്തയിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കാരണമാണ് ഗ്രില്ലിടാൻ അനുമതി നൽകിയത്. കോർപ്പറേഷൻ പാലിക്കേണ്ട ഫയർ സുരക്ഷാ സംവിധാനം കെട്ടിടം പണിയുന്ന സമയത്തുണ്ടായിരുന്നു. പിന്നീട് ഫയർ ഓഡിറ്റിംഗ് നടത്തിയില്ല. അത് കോർപ്പറേഷന്റെ വീഴ്ചയാണ്. അത് സമ്മതിക്കുന്നു എന്ന് മേയർ ബീന ഫിലിപ്പ്. സംവിധാനം ഇല്ല അത് സമ്മതിക്കുകയാണ്. അത് അപാകത ആണ് എന്നും നമ്മുടെ ഭാഗത്തുള്ളത് വീഴ്ചയാണെന്നും സമ്മതിക്കുകയാണ്. അത് ചെയ്യേണ്ടതായിരുന്നു. പറഞ്ഞപോലെ നമ്മളിപ്പോൾ ആലോചിച്ച് വന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതാണ്. തീപിടുത്തത്തിൽ കോർപ്പറേഷന്റെ ആഭ്യന്തര സമിതി അന്വേഷണം തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം ഫയർഫോഴ്സ് ഇന്ന് കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായാൽ അണയ്ക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വരാന്ത ഉൾപ്പെടെ കെട്ടിയടച്ചതിനാൽ തീ അണയ്ക്കാൻ പ്രയാസം നേരിട്ടു. ഫയർഫോഴ്സ് സ്ഥലത്തെത്താൻ വൈകിയില്ലെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. 24 കോഴിക്കോട്. കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. കാഞ്ഞിരക്കൊല്ലിയിലെ മടത്തേടത്ത് വീട്ടിൽ നിതീഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. അക്രമം തടയാൻ ശ്രമിച്ച നിതീഷിന്റെ ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് വിലയിരുത്തൽ. കാഞ്ഞിരക്കൊല്ലി ആമിനത്തോട് ഉച്ചയ്ക്ക് 12:30ഓടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം. വീടിനോട് ചേർന്ന് ഷെഡ് കെട്ടി ഇരുമ്പ് പണിയെടുക്കുന്ന ആളാണ് കൊല്ലപ്പെട്ട നിതീഷ്. ബൈക്കിലെത്തിയ 2 അംഗ സംഘം ആദ്യം നിതീഷുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. പിന്നാലെ ഷെഡിൽ മൂർച്ച കൂട്ടി വെച്ചിരുന്ന കൊടുവാൾ ഉപയോഗിച്ച് നിതീഷിനെ വെട്ടുകയായിരുന്നു. ഞങ്ങളൊരു 11 മണിയാകുമ്പോഴാണ് സംഭവം അറിയുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി. അപ്പം ബൈക്കിന് 2 പേര് വന്നിട്ട് ഇവനെ വിളിച്ചു വരുത്തിയിട്ടായിരുന്നു. നിതീഷ് കടയിലായിരുന്നു. അപ്പം വിളിച്ചു വരുത്തിയിട്ടാണ് വീട്ടിൽ നിന്ന് വിട്ടുക ചെയ്തതെന്ന് പറഞ്ഞു. കഴുത്തിന് ആഴത്തിൽ മുറിവേറ്റ നിതീഷ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അക്രമം തടയാൻ ശ്രമിച്ച ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റു. ഗുരുതര പരിക്കേറ്റ ശ്രുതിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിനു മുമ്പും ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്ന് ചികിത്സയിലുള്ള ശ്രുതി മൊഴി നൽകി. 2 പേര് വന്ന് ഇയാളെ വെട്ടി കൊലപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഭാര്യയെടുത്ത് വിളിച്ച് ചോദിച്ചു. ഭാര്യ ആശുപത്രി കൊണ്ടുപോയേക്കാണ്. ചോദിച്ചു സാമ്പത്തിക ഇടപാടിൻ്റെ വിഷയത്തിലുണ്ടായ തർക്കമാണ് ഇതിന് കാരണമെന്നാണ് പറഞ്ഞത്. ബാക്കി നമ്മൾ പ്രതികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
സംഭവത്തിന് ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട അക്രമികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 24 കണ്ണൂർ. CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ 7 നേതാക്കൾ കുറ്റക്കാരെന്ന് CPI. ഇവർ സത്യവിരുദ്ധമായ വാർത്ത പ്രചരിപ്പിക്കുകയും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും ചെയ്തു എന്നാണ് കണ്ടെത്തൽ. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് CPI ജില്ലാ കൗൺസിൽ അംഗീകരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകും. ശ്രീജിത്ത്, CPIയിൽ ഒരു സമ്മേളന കാലമായതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികളൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ റിപ്പോർട്ടായി തുടരും. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു നടപടിയിലേക്കൊന്നും പിന്നീട് പാർട്ടി കടക്കുമെന്ന് കരുതാൻ കഴിയുമോ? വിജയകുമാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 7 പേർക്കെതിരെയും വിജയകുമാർ സൂചിപ്പിച്ച പോലെ സമ്മേളന കാലമായതുകൊണ്ട് നടപടികളില്ല. സമ്മേളന കാലത്ത് നടപടിയെടുക്കുന്ന രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പൊതുവേ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 7 നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്. എന്നാൽ സംസ്ഥാന സമ്മേളനം പൂർത്തിയാക്കിയതിനു ശേഷം സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഈ 7 പേർക്കെതിരെയുള്ള നടപടി തീരുമാനിക്കുമെന്ന ധാരണയിലാണ് ഇന്ന് എറണാകുളത്ത് ചേർന്ന CPIയുടെ ജില്ലാ കൗൺസിൽ യോഗം പിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നടപടി പിന്നീട് ഉണ്ടാകുമെന്ന വിവരമാണ് പാർട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ MLAയുമായ പി രാജുവിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിവാദത്തിനെതിരെ കേന്ദ്രബിന്ദുവായത് പി രാജുവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കാനായി പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ വീട്ടുകാർ വിസമ്മതിച്ചതാണ്. ഇതിന് കാരണം പാർട്ടിയിലെ ഒരു വിഭാഗം നടത്തിയ തെറ്റായ പഠനവും മാധ്യമങ്ങൾക്ക് നൽകിയ തെറ്റായ വിവരങ്ങളുമാണ് എന്നാണ് ഉയർന്നു വന്ന പരാതി. ഈ പരാതിയെ പറ്റിയാണ് പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിച്ചത്. ഈ അന്വേഷണത്തിലാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗമായവരടക്കം 7 ഈ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കൗൺസിൽ അംഗീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണ് പിന്നീട് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് തീരുമാനിക്കാനായി മാറ്റിവെച്ചിരിക്കുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. കല്യാണിക്ക് നൊമ്പരത്തോടെ വിട നൽകി നാട്. 100 കണക്കിന് ആളുകളാണ് കല്യാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. വൈകിട്ട് തിരുവാണിയൂർ പഞ്ചായത്ത് ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. കല്യാണിയുടെ ഛേദനേറ്റ ശരീരം മറ്റക്കുഴിയിലെ വീട്ടിലെത്തിച്ചപ്പോൾ അവിടമൊരു സങ്കടക്കടലായി മാറി. കല്യാണിയെ അവസാനമായി കാണാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. പിതാവിന്റെയും കല്യാണിയുടെ സഹോദരന്റെയും കരച്ചിലിൽ കണ്ടുനിന്നവരുടെ ഉള്ളുലഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അച്ഛൻ സുഭാഷിന്റെ വീട്ടിലാണ് കല്യാണിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. കല്യാണിക്ക് വിട നൽകാൻ അംഗൻവാടിയിലെ കൂട്ടുകാരും ടീച്ചർമാരും എത്തിയത് വൈകാരിക രംഗമായി. തിരുവാണിയൂരിലെ പൊതുശ്മശാനത്തിൽ വൈകിട്ട് 5-നായിരുന്നു സംസ്കാരം. കൊച്ചി. എറണാകുളം തിരുവാങ്കുളത്തെ 4 വയസ്സുകാരി കല്യാണിയുടെ കൊലപാതകത്തിൽ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുഞ്ഞിനെ പാലത്തിനു മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞെന്നും സന്ധ്യ പോലീസിനോട് സമ്മതിച്ചു. കൊലപാതക കാരണം വ്യക്തമല്ലെന്നും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണെന്നും പോലീസ് വ്യക്തമാക്കി. കല്യാണിയുടേത് മുങ്ങി മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നാടിന്റെ കാത്തിരിപ്പുകൾ വിഫലമാക്കി പുലർച്ചെ 2:20 മൂഴിക്കുളത്ത് ചാലക്കുടി പുഴയിൽ കല്യാണിയുടെ മൃതദേഹം കണ്ടെടുത്തത്. കുഞ്ഞിനെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞെന്ന് പോലീസിനോട് അമ്മ സന്ധ്യ സമ്മതിച്ചു. കൊലപാതക കുറ്റമാണ് സന്ധ്യക്കെതിരെ ചുമത്തിയത്. കൊലപാതക കാരണം വ്യക്തമല്ല. മോട്ടീവ് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അവര് അവിടെ പുഴയിലെ വിട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടി ഇല്ലാതെ വന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനി ഇതിൽ കുറച്ചും കൂടി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ബാക്കി ആരെങ്കിലും അവിടുത്തെ ഐ വിറ്റ്നസ്സുകൾ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ കണ്ടെത്താനുണ്ട്. സോ നമ്മൾ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സന്ധ്യയെ ചോദ്യം ചെയ്തു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന വാദം സന്ധ്യയുടെ കുടുംബം തള്ളി. സന്ധ്യയെ താൻ മർദ്ദിച്ചെന്ന ആരോപണം ഭർത്താവ് സുഭാഷ് നിഷേധിച്ചു. 1 മാസമായിട്ട് ഞാൻ ഇവിടെ ഇല്ല. ഞാൻ ഈ അച്ഛനായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്.
പിന്നെ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് എൻ്റെ മൂത്ത മോനാണ് ഇരിക്കുന്നത്. ഇവിടെയുള്ള ഏതെങ്കിലും പിള്ളേരോടോ അല്ലെങ്കിൽ ഇത്ര അടുത്ത ആൾക്കാർ എടുപ്പില്ലേ, ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. കല്യാണിയുടേത് മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. സമീപകാലത്ത് ഇത്തരം അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടുന്നത് വിശദമായി പരിശോധിക്കേണ്ടതാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. 24 കൊച്ചി. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. പാക് ഭീകരത തുറന്നുകാട്ടാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം നാളെ മുതൽ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ് ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘത്തിന്റെ യാത്ര. അതിർത്തിയായ വാഗ അട്ടാരിയിൽ ബീറ്റിംഗ് റിട്രീറ്റ് ഇന്ന് പുനരാരംഭിച്ചു. ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും വിശദീകരിക്കുകയാണ് പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യം. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നടപടികളും സംഘം തുറന്നുകാട്ടും. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നാളെ യാത്ര തിരിക്കുന്നത്. UAE, ലൈബീരിയ, കോംഗോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തുക. ET മുഹമ്മദ് ബഷീർ, ബാൻസുരി സ്വരാജ് ഉൾപ്പെടെ സംഘത്തിൽ 7 അംഗങ്ങളാണുള്ളത്. നാളെ മുതൽ ഈ മാസം 31 വരെയാണ് ആദ്യ സംഘത്തിന്റെ സന്ദർശനം. ഈ മാസം 22-ന് അടുത്ത സംഘം ജപ്പാനിലേക്ക് യാത്ര തിരിക്കും. വിദേശ പര്യടനത്തിനുള്ള സംഘങ്ങളുടെ പ്രത്യേക യോഗം ഇന്ന് ചേർന്നു. യോഗത്തിൽ ഇന്ത്യയുടെ നയം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിച്ചു. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പോരാട്ട വീര്യവും കരുത്തും തെളിയിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് വ്യോമസേന. റഫേൽ, തേജസ്, MiG-29, ആകാശ്, ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള പോർ വിമാനങ്ങളുടെ പ്രകടനവും വ്യോമ പ്രതിരോധ ശേഷിയും വീഡിയോയിൽ കാണാം. करे सो प्राण दे, जो मन करे सो प्राण ले, वही तो एक सर्वशक्तिमान है. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് വാഗ അട്ടാരി അതിർത്തിയിൽ നിർത്തിവെച്ച ബീറ്റിംഗ് റിട്രീറ്റ് വീണ്ടും ആരംഭിച്ചു. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ഗേറ്റുകൾ തുറക്കുകയോ പരസ്പരം ഹസ്തദാനം നൽകുകയോ ചെയ്യില്ല. പൊതുജനങ്ങൾക്ക് ചടങ്ങ് കാണാൻ അവസരമുണ്ടാകും. 24 ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ട് യുദ്ധമെന്ന AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. പഹൽഗാം ഭീകരാക്രമണം തടയാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല. സുരക്ഷാ പ്രശ്നം കാരണം കശ്മീർ യാത്ര റദ്ദാക്കിയ പ്രധാനമന്ത്രി 26 സാധാരണക്കാരുടെ ജീവൻ രക്ഷിച്ചില്ലെന്നും ഖർഗെ വിമർശിച്ചു. അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ജനുവരി 17 നിശ്ചയിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ കശ്മീർ സന്ദർശനം സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. എന്നാൽ സ്വന്തം സുരക്ഷ മാത്രം നോക്കിയ പ്രധാനമന്ത്രി വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച വരുത്തി. ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ടി യുദ്ധമെന്നും ಮಲ್ಲಿಕಾರ್ಜುನ್ ಖರ್ಗೆ. ಪ್ರೋಗ್ರಾಮವನ್ನು ಕ್ಯಾನ್ಸಲ್ ಮಾಡುವಾಗ ನೀವು ಯಾಕೆ ಈ ಟೂರಿಸ್ಟ್ ಅನ್ನ ಪೊಲೀಸರ ಮುಖಾಂತರ ಯಾಕೆ ಹೇಳಲಿಲ್ಲ? ನೀವು ಹೋಗಬೇಡಿ, ಅಲ್ಲಿ ತೊಂದರೆ ಇದೆ ಅನ್ನತಕ್ಕಂತ ಮಾತು ನೀವು ಹೇಳಲಿಲ್ಲ. വെടിനിർത്തൽ കരാറിന് പിന്നിൽ തങ്ങളാണെന്ന് പ്രഖ്യാപിച്ച് അമേരിക്ക ഇന്ത്യയെ നാണം കെടുത്തി. നരേന്ദ്രമോദി അടിക്കടി വിദേശയാത്രകൾ നടത്തുന്നുണ്ടെങ്കിലും ഒരു രാജ്യവും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നില്ല. രാഷ്ട്രതലവന്മാരുമായുള്ള ഫോട്ടോ എടുക്കാനുള്ള യാത്രകൾ മാത്രമാണ് മോദി നടത്തുന്നതെന്നും ഖർഗെ കുറ്റപ്പെടുത്തി. 24 ചെന്നൈ. ചാരപ്രവൃത്തിയുടെ പേരിൽ അറസ്റ്റിലായ യൂട്യൂബർ കേരളത്തിലെത്തിയതിൽ സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായ വിവരശേഖരണം തുടങ്ങി. കൊച്ചിൻ ഷിപ്പ്യാർഡ് അടക്കമുള്ളവയുടെ ദൃശ്യങ്ങളാണ് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര പകർത്തിയിരുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജ്യോതി എത്തിയിരുന്നു. 3 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലാണ് ജ്യോതിയുടേത്. കൊച്ചിയിലും കോഴിക്കോട്ടും മൂന്നാറും ആലപ്പുഴയിലും എല്ലാം ജ്യോതി വന്നിട്ടുണ്ട്. വിശദമായ വ്ലോഗും ചെയ്തതായി കാണാം. കൊച്ചിൻ ഷിപ്പ്യാർഡ്, വാട്ടർ മെട്രോ, മട്ടാഞ്ചേരി അടക്കമുള്ള മേഖലകൾ അരമണിക്കൂറിലേറെയുള്ള ഒരു എപ്പിസോഡിൽ കാണാം. ദൃശ്യങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായി പരിശോധിച്ചു. റെയിൽവേ സ്റ്റേഷനുകളും ചരിത്ര സ്മാരകങ്ങളും ആരാധനാലയങ്ങളും എല്ലാം ദൃശ്യങ്ങളുണ്ട്. പാകിസ്ഥാൻ യാത്രയും ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിൽ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുത്തതുമായ വീഡിയോകളാണ് ജ്യോതിയെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ഡാനിഷ് എന്നയാളുമായി അടുത്ത ബന്ധമുണ്ടെന്ന സൂചനയും വീഡിയോകളിൽ നിന്ന് കിട്ടി. ഇയാളെ ചാരപ്രവൃത്തി ആരോപിച്ച് ഇന്ത്യ പുറത്താക്കിയതാണ്. എന്നാൽ ജ്യോതി ചാരയല്ലെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം. പാകിസ്ഥാൻകാരനായ സുഹൃത്തുണ്ടായതിന്റെ പേരിൽ ചാരയാവുന്നത് എങ്ങനെയെന്ന് പിതാവ് ചോദിക്കുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് മകൾ പോയതെന്നും പിതാവ് പറയുന്നു. എന്നാൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും ഡിജിറ്റൽ തെളിവുകളുടെ ഫോറൻസിക് പരിശോധന നടക്കുകയാണെന്നും പോലീസ് പറയുന്നു. 24 മുംബൈ.
സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെ ഫീൽഡ് മാർഷലാക്കി സ്ഥാനക്കയറ്റം നൽകി പാകിസ്ഥാൻ. ഇന്ന് ചേർന്ന പാകിസ്ഥാൻ മന്ത്രിസഭയുടേതാണ് ഈ തീരുമാനം. ഇന്ത്യയിൽ നിന്ന് കനത്ത തിരിച്ചടിയേറ്റതിന് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ നിർണായക നടപടി. പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫിന്റെ നിർദ്ദേശത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുകയായിരുന്നു. ഫീൽഡ് മാർഷൽ പദവി ലഭിക്കുന്ന പാകിസ്ഥാനിലെ രണ്ടാമത്തെ സൈനിക മേധാവിയാണ് ജനറൽ അസീം മുനീർ. 1959 ജനറൽ അയ്യൂബ് ഖാന് ഫീൽഡ് മാർഷൽ പദവി നൽകിയിരുന്നു. മറ്റ് പ്രധാന വാർത്തകളിലേക്ക്. കാസർഗോഡ് എണ്ണപ്പാറ സ്വദേശിയായ ദളിത് പെൺകുട്ടിയുടെ മരണത്തിൽ പങ്കുള്ള വ്യവസായിയുടെയും പത്രപ്രവർത്തകന്റെയും പേര് പുറത്തുവിട്ട് കേരള പട്ടിക ജനസമാജം. പണത്തൂർ സ്വദേശിയായ വിദ്യാധരൻ കാട്ടൂരിനും കാഞ്ഞങ്ങാട്ടെ പത്രപ്രവർത്തകൻ അരവിന്ദൻ മാണിക്കോത്തിനും കുട്ടിയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് KPJS ആരോപിച്ചു. അതിനിടെ റിമാൻഡിലായിരുന്ന പ്രതി ബിജു പൗലോസിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. എണ്ണപ്പാറ സ്വദേശിനിയായ 17-കാരി നേരിട്ടത് ക്രൂരമായ പീഡനമാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി എന്നും പ്രതികളുടെ ചവിട്ടേറ്റാണ് പെൺകുട്ടി മരിച്ചതെന്നും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും അനുകൂലമാകുന്നതോടെ പെൺകുട്ടിയുടെ മരണത്തിൽ പങ്കുള്ള മറ്റു പ്രതികളെയും കസ്റ്റഡിയിലെടുക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. അന്വേഷണ പരിധിയിലെത്തിയതോടെ പാണത്തൂർ സ്വദേശിയായ വ്യവസായി കേരളം വിട്ടുവെന്നും വിവരമുണ്ട്. പാണത്തൂർ സ്വദേശിയും സ്വകാര്യ ബസ്സുകളുടെയും ബാറുകളുടെയും ഉടമയായ വിദ്യാധരൻ കാട്ടൂരാണ് കുറ്റാരോപിതനായ വ്യവസായി എന്നും കാഞ്ഞങ്ങാട്ടെ സായാഹ്ന പത്രത്തിന്റെ ഉടമ അരവിന്ദൻ മാണിക്കോത്താണ് കുട്ടിയുടെ വീട്ടിലെത്തി 25 ലക്ഷം രൂപ വാഗ്ദാനം നൽകിയതെന്നും KPJS സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കുമാർ. വിദ്യാധരൻ എന്നാണ് അയാളുടെ പേര്. വിദ്യാധരൻ്റെ പേരാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. വിദ്യാധരൻ എന്ന് പറയുന്ന വ്യവസായി അയാൾക്ക് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിലും കൊലപ്പെടുത്തുന്നതിലെല്ലാം നിർണായക പങ്കുണ്ട്. അരവിന്ദൻ മാണിക്കോത്തും അയാളുടെ സ്ഥാപനത്തിലെ മറ്റ് സ്റ്റാഫുകളും ചേർന്ന് ഈ കുട്ടിയുടെ വീട്ടിൽ മാതാപിതാക്കളെയും സഹോദരിയെയും സമീപിച്ചു. ഈ കേസ് പരാതിയുമായി മുന്നോട്ടു പോകരുത്, ഈ കേസിൽ 25 ലക്ഷം രൂപ ഞാൻ വാങ്ങിത്തരാം എന്ന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ ഈ കേസിൽ ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ട്, അതല്ലെങ്കിൽ ഇയാൾ ഈ പറഞ്ഞിട്ടുള്ള ഈ വ്യവസായിയുടെ ഇടനിലക്കാരനാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഒപ്പം താമസിപ്പിക്കാൻ ബിജു പൗലോസിന് സഹായം ചെയ്ത പ്രതിയുടെ അമ്മ ഏലിയാമ്മയെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. കേസ് വൈകിപ്പിക്കാൻ പ്രതികൾക്ക് സഹായം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. 24 കാസർഗോഡ്. പത്തനംതിട്ട കോയിപ്പുറത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം. പത്തനംതിട്ട അഡീഷണൽ SP-ക്കാണ് അന്വേഷണ ചുമതല. കുടുംബം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. മാർച്ച് 22-നാണ് വടയന്നൂർ സ്വദേശി KM സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർച്ച് 16-നാണ് കഞ്ചാവ് വീട് വലിച്ചെന്ന സംശയത്തിന്റെ പേരിൽ സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച ഇയാളെ 19-ാം തീയതി വീണ്ടും കോയിപ്പുറം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. പിന്നീട് 22-ന് കോന്നിയിലെ ആളൊഴിഞ്ഞ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഞ്ചാവ് ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കോയിപ്പുറം പോലീസുകാർ പിടിക്കുന്നത്. ആരോപണം ഇപ്പോൾ ഉന്നയിച്ചതിൽ അന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് നമ്മളവിടുന്ന് ആ ബോഡി നമ്മൾ ഹാങ് ചെയ്തെടുത്തിന് ഇറക്കുന്ന സമയം മുതൽ ഞാൻ പറയുന്നുണ്ട്, ഇതിനകത്ത് ഇത്തിരി മർദ്ദനമുണ്ട്, നട്ടലിന് പൊട്ടലായിട്ട് ഇപ്പം റിപ്പോർട്ടിനകത്തുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. സുരേഷിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞതായും ശരീരമാസകലം ചൂരലടിയേറ്റ പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വീട്ടിൽ വന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയ സംഭവത്തിലും കുടുംബം ദുരൂഹത ആരോപിക്കുന്നു. 2 പേര് വീടിൻ്റെ വീട്ടിൻ്റെ കഥൻ്റെ അവിടെ നിന്ന് ബാബു എന്ന് വിളിച്ച് ഒരാൾ വെളിയിൽ നിൽക്കുമായിരുന്നു. വിളിച്ചിട്ട് ഇവനെ എന്തോന്ന് വിളി കേട്ട് കഴിഞ്ഞപ്പോൾ വരാൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമർദ്ദനത്തിന്റെ വിവരങ്ങളുണ്ടായിട്ടും അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് കേസെടുത്തത്. 24 പത്തനംതിട്ട. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിൽ നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ നവംബർ 8-നാണ് അസാധാരണ വൈകല്യങ്ങളോടെ അനീഷ് സുറുമി ദമ്പതികൾക്ക് കുഞ്ഞു പിറന്നത്. സ്കാനിംഗ് അടക്കമുള്ള പരിശോധനയിൽ കുഞ്ഞിന്റെ വൈകല്യം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല.
ഇതിനെതിരെ കുടുംബം നൽകിയ പരാതിയിൽ കുഞ്ഞിന്റെ അമ്മയെ പരിചരിച്ച ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാരായ ഷേർലി, പുഷ്പ എന്നിവർക്കെതിരെയും സ്കാനിംഗ് സെന്ററിലെ 2 റേഡിയോളജിസ്റ്റുമാർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തി. ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഡോക്ടേഴ്സിനെതിരെ ഒരു നടപടിയുമില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് ആരോഗ്യവകുപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ആരോഗ്യവകുപ്പ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ട് ഏതാണ്ട് ഒരു 2 മാസം ആകുന്നു. ഈ 2 മാസമായിട്ട് ഈ ലാബിലെ ഡോക്ടർമാരെയും WNCയിലെ 2 ഡോക്ടർമാരെയും ആരോഗ്യവകുപ്പ് വീണ്ടും സംരക്ഷിക്കുകയാണ്. കുഞ്ഞ് ജനിച്ച അന്നു മുതൽ 6 മാസമായി അനീഷും സുറുമിയും ആശുപത്രിയിൽ തന്നെയാണ്. കുഞ്ഞിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. സർക്കാർ സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ചെങ്കിലും ദൈനംദിന ചിലവുകൾക്കായി കുടുംബം നന്നേ ബുദ്ധിമുട്ടുകയാണ്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. അവൻ മിഷനുകളുടെ ഒരു ഇതിലാണ് അവനിപ്പം ജീവിച്ചിരിക്കുന്നത്. മാനസികാവസ്ഥ വളരെ ബുദ്ധിമുട്ട്, അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ആശുപത്രി തന്നെ ആയതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. വേറെ 2 മക്കളുണ്ട്, അവരുടെ അടുത്ത് നിൽക്കാൻ അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിലവിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് കുഞ്ഞ് ചികിത്സയിലുള്ളത്. ആശുപത്രിയിൽ നിന്നും കുഞ്ഞിനെ വീട്ടിലേക്ക് മാറ്റി അവിടെ ചികിത്സാ സംവിധാനം ഒരുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 24 ആലപ്പുഴ. തപാൽ വോട്ട് തിരുത്തലിലും കുഞ്ചൻ നമ്പ്യാർ സ്മാരക വിഷയത്തിലും മുതിർന്ന CPM നേതാവ് G സുധാകരനെ തള്ളി മന്ത്രി സജി ചെറിയാൻ. ആക്ഷേപമുണ്ടെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരക വിഷയത്തിൽ G സുധാകരനുള്ള മറുപടി. വോട്ടു തിരുത്തൽ വിവാദ പ്രസംഗത്തിൽ നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള നടപടിയാണ് ഉണ്ടായതെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പുതുക്കിപ്പണിതതിലെ അപാകതകൾ സൂചിപ്പിച്ചായിരുന്നു G സുധാകരന്റെ വിമർശനം. ഇതിന് MLA H സലാമിന്റെ മറുപടിക്ക് പിന്നാലെയാണ് മന്ത്രി സജി ചെറിയാനും G സുധാകരനെതിരെ രംഗത്തെത്തിയത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിഭവങ്ങളോ പരാതികളുണ്ടെങ്കിൽ ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തിയാൽ മാത്രം മതി. അതിനപ്പുറത്തേക്ക് അതിനകത്ത് വലിയ കാര്യമില്ല. തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയെന്ന വിവാദ പ്രസംഗത്തിൽ കേസെടുത്തതിൽ സജി ചെറിയാന് നേരെയുള്ള G സുധാകരന്റെ ഒളിയമ്പിന് മറുപടി ഇങ്ങനെ: എന്റെ പേര് പറഞ്ഞിട്ടില്ല. ഇല്ല അദ്ദേഹം പറഞ്ഞേക്കുന്നത് അമിത്ഷായെ പറ്റിയാ, എന്നെ പറ്റിയല്ല. അമിത്ഷാ ഭരണഘടനയ്ക്കെതിരായിട്ട് നേരത്തെ സംസാരിച്ചതിനെ പറ്റിയാണ്, എന്നെ പറ്റിയല്ല. ഭരണഘടനയെ വെല്ലുവിളിച്ച ആൾക്കെതിരെ കേസെടുക്കാൻ കാലതാമസം വരുത്തിയ സർക്കാർ തനിക്കെതിരെ വേഗത്തിൽ നടപടിയെടുത്തെന്നായിരുന്നു G സുധാകരന്റെ പരോക്ഷ വിമർശനം. പോസ്റ്റൽ വോട്ടുകൾ പാർട്ടി ഓഫീസിൽ തുറന്നുവെന്ന ആരോപണം മന്ത്രി നിഷേധിച്ചു. G സുധാകരനെതിരെയുള്ള നിയമ നടപടിയെ സജി ചെറിയാൻ ശരിവെച്ചു. 24 ആലപ്പുഴ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് ഉപ്പള ഗേറ്റിനു സമീപം ആംബുലൻസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ മരിച്ചു. കണ്ണൂർ സ്വദേശിനി ഷാഹിനയാണ് മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. രോഗിയുമായി പോയ ആംബുലൻസാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ്. അരുൺ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇന്ന് രാത്രിയോടുകൂടിയാണ് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് വിദഗ്ധ ചികിത്സയ്ക്കായാണ് മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റുന്ന സമയം ഉണ്ടായത്. അതിനിടയിലാണ് ഈ ആംബുലൻസ് ഉപ്പളയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന ഒരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അതിന് തൊട്ടുപുറകിൽ തന്നെ മറ്റു വാഹനങ്ങളും നിരനിരയായി കൂട്ടിയിടിച്ചു. അങ്ങനെ 5 വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. ആകെ 7 പേർക്ക് പരിക്കേറ്റു. ഇതിലാണിപ്പോൾ കണ്ണൂർ സ്വദേശിനി ഷാഹിന, 48 വയസ്സാണ്. അവരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊരാൾ ഗുരുതരാവസ്ഥയിലാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇവരൊക്കെ തന്നെ മംഗലാപുരത്തെ ആശുപത്രിയിലാണുള്ളത്. ദേശീയപാതയിൽ മഴ പെയ്തതോടുകൂടി വഴുക്കൽ അത് ഏറിയിട്ടുണ്ട്. അതാണ് ഈ അപകടത്തിന് കാരണമായതെന്നും പറയുന്നുണ്ട് വിജയകുമാർ. ഈ ആംബുലൻസിലുള്ളവരാണോ ഇതിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ഇപ്പോൾ ജീവൻ നഷ്ടമാവുകയും ഒക്കെ ചെയ്തത്? ആംബുലൻസിലുള്ളവർക്കാണോ അരുൺ? ആംബുലൻസിലുള്ള ഒരാളാണ് ഇപ്പോൾ മരിച്ചത്. കണ്ണൂർ സ്വദേശിയായ ഷാഹിനിയാണ് മരിച്ചത്. കണ്ണൂരിൽ നിന്നായിരുന്നു ഇവർ മംഗലാപുരത്തേക്ക് പോയിരുന്നത്. ഈ പരിക്കേറ്റ കുട്ടിയുടെ ഒരു ബന്ധു തന്നെയാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിലുമുള്ളത് വിജയകുമാർ. യെസ്, അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. ആശാവർക്കർമാരുടെ സമരം 100 ദിവസം പിന്നിട്ടു. 2ാം LDF സർക്കാരിന്റെ വാർഷിക ദിനത്തിൽ വലിയ പ്രതിഷേധ പരിപാടികളുമായാണ് ആശമാർ തെരുവിലിറങ്ങിയത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ 100ാം ദിന സമരത്തിന്റെ ഭാഗമായി. 2ാം LDF സർക്കാർ ആഘോഷത്തോടെ 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ദിവസമാണ് ആശമാരുടെ അസാധാരണ സമരം 100 ദിവസം പിന്നിടുന്നത്. 100 പന്തങ്ങൾ കൊളുത്തി തലസ്ഥാന നഗരിയിൽ ആശമാരുടെ പ്രകടനം.
KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തു. നിങ്ങളുടെ ധർമ്മ സമരത്തിനൊപ്പമാണ് കേരളത്തിന്റെ ജനമനസ്സ്. കേരള സർക്കാരിന്റെ ധിക്കാരം അത് ജനങ്ങൾ സഹിക്കില്ല. നിങ്ങളോട് കാണിക്കുന്ന ക്രൂരത മഴയത്തും വെയിലത്തും നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഈ ത്യാഗപൂർണമായ പ്രയാസങ്ങൾ അവഗണിച്ചുകൊണ്ട് നിങ്ങളിവിടെ നടത്തുന്ന ഈ ധർമ്മ സമരത്തിന് വിജയങ്ങൾ ആശംസിക്കുന്നു. വിവിധ സമരമുറകൾ പിന്നിട്ട് കേരളമാകെ പര്യടനം നടത്തുന്ന രാപ്പകൽ സമരയാത്ര പാലക്കാട് ജില്ല പിന്നിട്ടു. എല്ലാ രംഗത്തും സർക്കാർ കൈയൊഴിഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സമരം കൊളുത്തിവിട്ടിരുന്ന ഈ ജ്വാല മറ്റെല്ലാ രംഗങ്ങളിലും ആളുകൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുവാനും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾക്ക് വേണ്ടി സംഘടിക്കുവാനും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു മനുഷ്യപക്ഷം, ഒരു ഹൃദയപക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു ഭഗീരഥ പ്രയത്നം കൂടെയാണ്. അത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിനെതിരെ സമരം ശക്തമാക്കി മുന്നോട്ട് പോകാനാണ് ആശമാരുടെ തീരുമാനം. 24 തിരുവനന്തപുരം. സഭാതർക്കത്തിൽ നിലപാട് കടുപ്പിച്ച ഓർത്തഡോക്സ് സഭ. ഓറിയന്റൽ സഭകൾ സംവാദത്തിന് വാതിൽ തുറന്നത് സ്വാഗതാർഹമാണെങ്കിലും ചരിത്ര സത്യങ്ങളെ തമസ്കരിക്കുന്നത് ശരിയല്ലെന്ന് ഓർത്തഡോക്സ് സഭ വിമർശിച്ചു. അതേസമയം കോടതി വിധികളിലൂടെ പരിഹാരം കാണാൻ കഴിയില്ലെന്നും അതിന് ചർച്ചകൾ പ്രധാനമാണെന്നും മെത്രാപ്പൊലീത്ത പ്രതികരിച്ചു. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷന്മാരുടെ സമ്മേളനത്തിലാണ് തർക്കം പരിഹരിക്കാൻ ചർച്ച നടത്താൻ തീരുമാനിച്ചത്. ഇതിനായി യാക്കോബായ ഓർത്തഡോക്സ് കാതോലിക്കമാരെ കെയ്റോയിലേക്ക് ക്ഷണിക്കാനും ധാരണയായി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിറക്കിയ പ്രസ്താവനയിൽ യാക്കോബായ വിഭാഗത്തെ പുകഴ്ത്തിയതാണ് ഓർത്തഡോക്സ് വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഓറിയന്റൽ സഭകൾ സംവാദത്തിന് വാതിൽ തുറന്നത് സ്വാഗതാർഹമാണെങ്കിലും ചരിത്ര സത്യങ്ങളെ തമസ്കരിക്കുന്നത് ശരിയല്ലെന്ന് ഓർത്തഡോക്സ് സഭ വിമർശിച്ചു. പള്ളിത്തർക്കത്തിൽ ഓറിയന്റൽ സഭകളുടെ നേതൃത്വത്തിലുള്ള ചർച്ച സ്വാഗതാർഹമെന്ന് യാക്കോബായ സഭ വ്യക്തമാക്കി. ചർച്ചയ്ക്കെതിരായ ഓർത്തഡോക്സ് സഭയുടെ നിലപാട് ശരിയല്ലെന്ന് ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലിസ് മെത്രാപ്പൊലീത്ത 24നോട് പറഞ്ഞു. അപ്പോൾ യാക്കോബായ സഭ പൂർണ്ണമായിട്ടും അതിൽ പ്രത്യാശ വയ്ക്കുകയാണ്. അതിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹകരിക്കും. പിന്നെ മറുവിഭാഗത്തിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അവിടെ അവരുടെ അടുത്തൊരു ബിഷപ്പ് പറഞ്ഞത് അതൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന് പറഞ്ഞാലും പക്ഷേ അവിടുത്തെ ഔദ്യോഗിക ഇതിനകത്ത് അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. ടോബി ജോൺസൺ, 24 കോട്ടയം. യുക്രൈൻ റഷ്യ വെടിനിർത്തൽ ചർച്ചകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനും റഷ്യയും വെടിനിർത്തലിന്റെ ചർച്ചകൾ നടത്തും. ചർച്ചകൾക്ക് വത്തിക്കാൻ വേദിയാകുമെന്നും സൂചനയുണ്ട്. കരാർ വ്യവസ്ഥകൾ തീരുമാനിക്കുക യുക്രൈനും റഷ്യയുമായിരിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി 2 മണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണത്തിനു ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. യുക്രൈൻ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. സമാധാന ചർച്ചകൾക്ക് ആതിഥ്യം വഹിക്കാൻ തയ്യാറാണെന്ന് വത്തിക്കാൻ അറിയിച്ചതായും ട്രംപ്. ചർച്ചകളിൽ നിന്ന് ട്രംപ് പിന്മാറുമെന്ന വാർത്തകൾക്കിടെയാണ് സമാധാന ചർച്ച ഉടൻ തുടങ്ങുമെന്ന ട്രംപിന്റെ പോസ്റ്റ്. പുടിനുമായുള്ള 3ാമത്തെ ഫോൺ സംഭാഷണമാണിത്. എന്നാൽ വെടിനിർത്തലിൽ പുതിയ പുരോഗതിയുണ്ടായില്ലെന്നാണ് വിവരം. 2 ദിവസം മുൻപ് യുക്രൈനും റഷ്യയും തമ്മിൽ തുർക്കി തലസ്ഥാനമായ ഇസ്താംബുളിൽ നടന്ന ചർച്ചയിൽ തടവുകാരെ കൈമാറുന്നതിൽ ധാരണയായിരുന്നു. ഇന്നലെ പുടിനുമായി നടത്തിയ സംഭാഷണത്തിനു പിന്നാലെ സെലൻസ്കിയുമായും യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കളുമായും ട്രംപ് ചർച്ച നടത്തി. ഉപാധികളില്ലാത്ത വെടിനിർത്തലാണ് യുക്രൈൻ ജനതയുടെ ആവശ്യമെന്ന് സെലൻസ്കി ആവർത്തിച്ചു. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപനം എപ്പോൾ എവിടെ ഉണ്ടാകുമെന്നതിലോ യുദ്ധം എന്ന് അവസാനിപ്പിക്കുമെന്നതിലോ വ്യക്തതയില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.